ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാമേ. ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ല, ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ചില ചേഞ്ചസ് വരികയാണ്, ചില മാറ്റങ്ങൾ വരുന്നു. അതെന്താണെന്ന് നോക്കാം അല്ലെ. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. എല്ലാവർക്കും റെസനേറ്റ് ആവുന്നില്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക കേട്ടോ. പിന്നെ ഇതൊരു ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ടാരോ റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ വാട്സപ്പിൽ വരുന്നതായിരിക്കും നല്ലത്, വിളിച്ചാൽ എപ്പോഴും കിട്ടണമെന്നില്ല കേട്ടോ. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഷഫിൾ ചെയ്ത് തന്നെ പോവാം. പെട്ടെന്ന് തന്നെ ഷഫിൾ ചെയ്ത് കാർഡ് എടുക്കാവേ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ചില ചേഞ്ചസ് വരുന്നുണ്ട്, അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ലൈഫ് എല്ലാ ദിവസവും ഒരുപോലെയല്ല, ഓരോ ദിവസവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്ന് നോക്കാം അല്ലെ. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചാരിയോട്ട് വന്നിട്ടുണ്ട്, വിക്ടറി, 6 of swords, 7 of cups, 10 of wands, 5 of pentacles, 4 of swords, 7 of swords, release, King of cups, Magician, Sun, bottom of the deck, 3 of earth, 3 pentacles. ഇത്രയും കാർഡ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി കാണുന്നുണ്ട്. ഒരുപാട് ബർഡൻ, ഒരുപാട് പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്ന ഒരുപാട് പേരെ കാണുവാണ്. പക്ഷെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകാൻ പോകുന്നുണ്ട്. എന്തൊക്കെയോ മിറക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ആരുടെയൊക്കെ. സണ്ണും വന്നിട്ടുണ്ട്, മജീഷ്യനും വന്നിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന, അതായത് നിങ്ങൾ ഒരുപാട് ഇതുണ്ട്, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, ഒരുപാട് പ്രശ്നങ്ങളിലാണ്, ഒരുപാട് പ്രോബ്ലത്തിൽ പെട്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ്. 10 of wands. ഒരുപാട് വർക്ക്, ഒരുപാട് ഹാർഡ് വർക്കാണ്, ഭയങ്കര നിങ്ങൾക്ക് സ്ട്രെസ്സാണ്. അതായത് ഒരുപാട് വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വയ്യാത്ത രീതിയിലുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കണം, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ എന്താ പറയുക, ഒത്തിരി അങ്ങ് പ്രയാസപ്പെടുന്നു നിങ്ങളുടെ ജോലിയിൽ. പിന്നെ നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് വല്ലാത്ത പ്രോബ്ലം അനുഭവിക്കണം. അങ്ങനെ അനുഭവിക്കുന്നവരെ കാണുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ ആയിട്ട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അപ്പം എല്ലാ രീതിയിലും ഒരുപാട് പ്രോബ്ലത്തിൽ നിങ്ങൾ പെട്ടിരിക്കുന്നുണ്ട്, പലതരത്തിലുള്ള പ്രോബ്ലത്തിലാണ് നിങ്ങളെന്ന് കാണിക്കുന്നു. അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ, പ്രാർത്ഥന, മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കിട്ടുന്ന സമയം കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ പ്രാർത്ഥനയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പലരും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരത്തിനായിട്ട്. അപ്പൊ അതിന് നിങ്ങൾ ഒത്തിരി അത് പ്രാർത്ഥിക്കുകയും കുറെ നാളുകളായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല ഇപ്പൊ ജോലിയുടെ പ്രോബ്ലം നിങ്ങൾക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ജോലി വിട്ട് മറ്റൊരു ജോലി, കാരണം ഈ ഒരു ജോലി ഒരുപാട് നിങ്ങൾക്ക് ഹാർഡ് വർക്കാണ്. പക്ഷെ നിങ്ങൾ ആ ഹാർഡ് വർക്കിനനുസരിച്ചുള്ള
സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആ ജോലിയിൽ തന്നെ തുടരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ജോലിയിൽ ഒരു സാലറി വർധനവോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ആ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾ വല്ലാത്ത വിഷമിക്കുന്നുണ്ട്. അല്ലാത്ത വിഷമത്തില്ല, മറ്റൊരു ജോലി അന്വേഷിച്ചാലോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ മറ്റൊരു ജോലി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആ ഒരു ജോലിയിൽ തന്നെ തുടർന്നിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രത്യേക നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ജോലി അന്വേഷിക്കാം. പക്ഷെ മറ്റൊരു ജോലി ലഭിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ജോലി നഷ്ടപ്പെടുത്താവൂ കേട്ടോ. അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അതിൽ തന്നെ തുടരേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നിങ്ങൾ മറ്റൊരു ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം അവിടെ നിങ്ങൾക്ക് സാലറി വർധനവോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഒന്നും ലഭിക്കാത്തത്. അപ്പൊ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് മറ്റൊരു ജോലിക്ക് അന്വേഷിക്കാൻ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത്, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലാണ്, ഒരുപാട് പ്രോബ്ലത്തിലാണ്, പക്ഷെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻസിലൂടെ പോകുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ അസുഖങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ കാണുന്നുണ്ട്. എന്തൊക്കെയോ അസുഖങ്ങൾ, രോഗങ്ങൾ, വല്ലാത്ത ബുദ്ധിമുട്ടിൽ പെട്ട ഒരവസ്ഥ, ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിലൂടെ പോകുന്നവരുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ. ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു റിലീസ് വരാൻ പോകുന്നു. ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ സിറ്റുവേഷൻ, നിങ്ങളുടെ ജോലി ഒരുപക്ഷെ ഈ ഒരു ജോലി അവസാനിക്കാൻ പോകുന്നു, പുതിയൊരു ജോലി ലഭിക്കാൻ പോകുന്നുണ്ട്, ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കാൻ പോകണം. നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ഫ്രീഡം ലഭിക്കാൻ പോകുന്നു. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പോകുന്നു, അവസാനിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോ എന്തെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണ്, നിങ്ങളുടെ അസുഖം നിങ്ങളെ വിട്ടു പോവാണ്. അതായത് നിങ്ങൾ ആ ഒരു അസുഖത്തിൽ നിന്ന് മോചിതരാക്കാൻ പോവാണ്. നിങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ടാവും, മരുന്ന് കഴിക്കുന്നുണ്ടാവാം, റെസ്റ്റ് എടുക്കുന്നുണ്ടാവാം, കുറെ നാളായിട്ട് നിങ്ങൾ ആ ഒരു രീതി തുടരുന്നുണ്ടാവാം. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, ബ്ലഡ് ടെസ്റ്റ് നോക്കുക, അസുഖം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചിലരുടെ അസുഖം പൂർണ്ണമായി മാറുകയാണ്. അത് നിങ്ങൾ അതൊരു റിലീസ് ആവുകയാണ്. നിങ്ങൾ അതിൽ നിന്ന് ആ ഒരു രോഗത്തിൽ നിന്ന് നിങ്ങൾ മോചിതരാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ എന്താണോ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അത് ഉണ്ടാക്കാൻ പോകുന്നു, അവസാനിക്കാൻ പോകുന്നു. അതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു കേട്ടോ. നിങ്ങളുടെ ലൈഫ് സന്തോഷത്തിന്റെ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചേഞ്ചസ് എന്ന് പറയുമ്പോൾ സൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ഇരുട്ട് നിറഞ്ഞ അവസ്ഥ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ ലൈഫ് എന്തായാലും നിങ്ങൾക്കൊരു ഇരുട്ട് നിറഞ്ഞൊരവസ്ഥയിൽ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് വെളിച്ചം വരുവാണ്, സണ്ണാണ് വന്നിരിക്കുന്നത്. ആ ഒരു അവസ്ഥ മാറി നിങ്ങളുടെ ലൈഫിലേക്ക് സൂര്യൻ ഉദിക്കുകയാണ്, നിങ്ങൾക്ക് വെളിച്ചം വരാൻ പോവാണ് കേട്ടോ. അങ്ങനെ ആ ഒരു രീതിയിൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികളോടാണ് പറയുന്നത്. ഒരുപാട് പേര് കുറെ വർഷങ്ങളായിട്ട് ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവാം, രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാവാം. അപ്പൊ ആ ഒരു അവസ്ഥകൾക്കൊക്കെ ചിലരുടെയെങ്കിലും അവസ്ഥകൾക്ക് മാറ്റം വരാൻ പോകുന്നു. ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. റിലീസ് ആകാൻ പോവാണ്. നിങ്ങൾ പല പ്രശ്നങ്ങളിൽ നിന്നും റിലീസ് ആവാൻ പോവുകയാണ് കേട്ടോ എന്നാണ് എനിക്കിവിടെ കാണുന്നത്. ചിലരുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നു, മിറക്കിൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് റിസൾട്ട്, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത റിസൾട്ട് കിട്ടുവാണ്. മെഡിറ്റേഷനും പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും ഒക്കെ ആയിട്ട് പോകുന്ന ചിലരുടെ ലൈഫിൽ നിങ്ങളെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ചില മിറാക്കിൾസ് ഒക്കെ സംഭവിക്കാൻ പോവാണ് എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോ എന്തോ ഒരു അത്ഭുതം സംഭവിക്കും. എന്തെങ്കിലും പെട്ടെന്ന് ചില മാറ്റങ്ങൾ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇനിയിപ്പം ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കേണ്ട ഒരു സമയമാണ്. ബാങ്കിലൊക്കെ ലോണൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ബാങ്കിൽ ലോണുകൾ അടയ്ക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം സംഭവിച്ചേ പറ്റൂ. പലർക്കും പൈസ ഒരുപാട് ആവശ്യമുള്ള ഒരു സമയത്തിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്തൊക്കെയോ കാര്യങ്ങൾക്ക് പണം ആവശ്യമുണ്ട്. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകണം. ഒന്നുകിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടി സെയിലാക്കാൻ അല്ലെങ്കിൽ വിൽക്കാൻ ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പ്രോപ്പർട്ടി സെയിലാവാൻ പോണു,
അതുപോലെ വേറെ ഏതെങ്കിലും വഴിയിലൂടെ ഏതെങ്കിലും ലോൺ നിങ്ങൾക്ക് റെഡി ആവുന്നു, അങ്ങനെ ഏതോ വഴിയിലൂടെയൊക്കെ നിങ്ങൾക്ക് പണം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു നിങ്ങൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ എന്തോ ഒരു പെട്ടെന്നൊരു മാറ്റം, നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു മാറ്റം സംഭവിക്കാൻ പോവാണ്. പെട്ടെന്നൊരു അത്ഭുതം. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ സഹായിക്കുമായിരിക്കും, അല്ലെ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് പണം ലഭിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല ചിലപ്പോൾ സഹായിക്കുന്നത്. നമ്മൾ പ്രതീക്ഷയോടെ നമ്മളെ സഹായിക്കുന്നു വിചാരിക്കുന്നവർ ഒരുപക്ഷെ സഹായിക്കില്ല, മറ്റാരെങ്കിലും ആയിരിക്കും നമ്മളെ സഹായിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിക്കും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ചോയ്സസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട്. ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ജോലി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതേ സമയം തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ചോയ്സസ് വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയ ഒരു ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വിദേശ യാത്ര കാണുന്നുണ്ട്. വിദേശത്തൊക്കെ പോകാനായിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു അവസരം വരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ വിദേശത്ത് പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിദേശയാത്ര കാണുന്നു. അത് തന്നെയല്ല, ചിലർ ഫാമിലി ആയിട്ട് പോകാനുള്ളവരാണ്, ഫാമിലി ആയിട്ട് തന്നെ പോകാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെ ബുദ്ധിമുട്ടേറിയ പ്രോബ്ലം നിറഞ്ഞ ലൈഫ് അവസാനിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അതോടൊപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. പുതിയതായിട്ട് എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഡിപ്രഷൻ അവസാനിക്കുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിൽ ഡിപ്രഷൻ ആണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ, ഡിപ്രഷൻ അതായത് നിങ്ങൾക്ക് വല്ലാത്ത ഒരു മാനസികമായിട്ട് വല്ലാതെ ടയേർഡായിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെയാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ രോഗത്താൽ വളരെയധികം വിഷമിച്ചിരുന്ന അവസ്ഥയാണ്, അതിനൊക്കെ മാറ്റം സംഭവിക്കാൻ പോകുന്നു. ആ ഒരു അവസ്ഥയൊക്കെ മാറുകയാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു അവസരം ആർക്കൊക്കെ കാണുന്നുണ്ട്? എവിടേക്കൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ട്? ഒരുപക്ഷെ ഫാമിലി ആയിട്ടൊക്കെ തന്നെ നിങ്ങൾ എവിടേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു യാത്ര കാണുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ലഭിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കോ അതുപോലെയൊക്കെയുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ, ഇൻഷുറൻസ് ചെയ്യുന്നവർ ആണെങ്കിൽ ഇൻഷുറൻസ് ഏജന്റുമാരോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നവര്, ബാങ്കിൽ വർക്ക് ചെയ്യുന്നവര്, അങ്ങനെ അതുപോലെയുള്ള നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ആക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു മാസം ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യേണ്ടവരാണെങ്കിൽ ഏതൊരു കാര്യത്തിനും ഉണ്ടാവും അങ്ങനെ. അപ്പൊ അത് നിങ്ങൾ അച്ചീവ് ചെയ്യുകയും നിങ്ങളുടെ ആ ഒരു ശ്രമം സക്സസ് ആവുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് റിവാർഡുകൾ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഹാർഡ് വർക്ക് വലിയ റിസൾട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ കൊടുത്ത എഫേർട്ടിന് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമ്മാനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റ്, നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ആ ഒരു കഴിവ് നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്ന കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആരൊക്കെയോ നിങ്ങളുടെ ഒരു കഴിവ് എന്താണ്, ആ ഒരു കഴിവിലേക്ക് ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പോ നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ ഒരു ടാലന്റിനെ വളർത്തിയെടുക്കുന്നതായിട്ട് കാണും, നിങ്ങളുടെ കഴിവിനെ വളർത്തിയെടുത്തതൊരു അത് പണമാക്കി മാറ്റുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ ചിത്രരചനയോ കവിതയോ കുക്കിങ്ങോ ഡാൻസോ പാട്ടോ എന്താണ് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് പണമാക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. അതായത് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലൂടെ എന്ന് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് പണം ഉണ്ടാക്കി നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകുന്നവരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ കഴിവിനെ വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നിവിടെ കാണുന്നുണ്ട്. പെട്ടെന്ന് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആദ്യത്തെ പ്രതിഫലം ലഭിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്തായാലും നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വളരെയധികം ഉയർച്ചയിലെത്തും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ചില വ്യക്തികളോട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളെ അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്, നിങ്ങളെ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്, നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ
വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ പറ്റിക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടെന്ന് തോന്നുന്നു പലർക്കും. അപ്പൊ നിങ്ങളൊന്ന് വിശ്വസിക്കാൻ പറയുന്നുണ്ട്, പങ്കാളിയെ വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. ബട്ട് എന്തൊക്കെയോ നിങ്ങൾ ഹൈഡാക്കി വെക്കുന്നു, അവർക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ നിങ്ങൾ ഹൈഡാക്കി വെക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിലീസ് ആക്കുക എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹി ആൻഡ് ഷീ കേട്ടോ, പരസ്പരം നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാം തുറന്ന് സംസാരിക്കണം, എന്തൊക്കെയോ ഹൈഡാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചിലരോട് പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള പ്രോബ്ലം ഒന്നും നിങ്ങളുടെ പങ്കാളിക്ക് ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിൽ സ്നേഹമുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. സണ്ണാണ് വന്നിരിക്കുന്നത്. ഇവിടെ എനിക്ക് നെഗറ്റീവ് കാർഡൊന്നും അങ്ങനെയില്ല. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയെ ഒന്ന് വിശ്വസിക്കാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സണ്ണാണ് വന്നിരിക്കുന്നത്. അപ്പൊ നോ കോണ്ടാക്ട് ആണ്, ഉടനെ തന്നെ കോണ്ടാക്റ്റിലേക്ക് വരുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു വ്യക്തി വരും, വിദേശത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേറെ സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറാകുന്നുണ്ട്. ഒരു യാത്ര കാണുന്നുണ്ട്, നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറാകുന്നുണ്ട്. അപ്പോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ്, അധികം താമസിച്ചത് നിങ്ങൾ കോണ്ടാക്റ്റിലാവും. ഒരു മിറക്കിൾ നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റിസൾട്ട് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം നിങ്ങള് പ്രശ്നത്തിലാണ്, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുകയാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിലും നിങ്ങളുടെ പങ്കാളിയായിട്ട് നിങ്ങൾ എന്തോ ഒരു പ്രോബ്ലത്തിലാണെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ നോ കോണ്ടാക്റ്റിലായിരിക്കാം, അതിൻ്റെതുമായിരിക്കാം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം, സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. അപ്പൊ അവരുടെ നിങ്ങളെ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരുപക്ഷെ അവരുടെ ജോലിയിൽ വരുന്ന സ്ട്രെസ് കൊണ്ടാവാം, ജോലി ഒരുപാട് ബുദ്ധിമുട്ടേറിയതായിരിക്കാം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ അവര് കുറച്ച് അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളോട് പറയണമെന്ന് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക്, അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയമായിരിക്കാം, സംശയിക്കേണ്ടതില്ല, ഇനിയൊന്ന് മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളെ മാരേജ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നതോട് പറയുന്നുണ്ട്. സണ്ണാണ്, മജീഷ്യൻ പറയുന്നുണ്ട്. നിങ്ങളെ തന്നെയാണ് ആ ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത്, നിങ്ങളെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ നിങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ചില ആ ഒരു വ്യക്തിയുടെ വർക്കിങ്ങിലുള്ള അല്ലെ ജോലിയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ആ ജോലിയിലെ പ്രോബ്ലം കൊണ്ടോ സ്ട്രെസ് കൊണ്ടൊക്കെയാണ്, നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഒന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഉടനെ തന്നെ ഒരു വ്യക്തി വരും, നിങ്ങൾ മാരേജിലേക്ക് എത്തും, നിങ്ങൾ നല്ല ചേരേണ്ട ജോഡികളായിട്ടൊക്കെ തന്നെയാണ് ഇവിടെ എനിക്ക് സൺ കണ്ടിട്ട് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് നോ കോണ്ടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കോണ്ടാക്റ്റിൽ വരും. നിങ്ങളാണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് അഴിച്ചു മാറ്റേണ്ടതുണ്ട് കേട്ടോ. ദേഷ്യം മൂലം അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരാത്തതുകൊണ്ട് അല്ലെ ഏതെങ്കിലും കാര്യത്തിൽ വഴക്കുണ്ടാക്കി നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് അഴിക്കണം. ആ ഒരു വ്യക്തി നിങ്ങളുടെ കോണ്ടാക്റ്റിനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. നല്ലൊരു വ്യക്തി തന്നെയാണ്, നിങ്ങൾ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് വിക്ടറി കാണിക്കുന്നുണ്ട്. സക്സസും വിക്ടറിയും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൊമോഷൻ വരുന്നുണ്ട്, അവാർഡ് പോകുന്നുണ്ട്, സ്കോളർഷിപ്പ്, നിങ്ങൾക്ക് പഠിക്കാനൊക്കെ സ്കോളർഷിപ്പ് കിട്ടാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് ലഭിച്ച് നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടി നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് അവാർഡ് ലഭിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ പ്രൊമോഷൻ, പല കാര്യത്തിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ, ആർക്കൊക്കെ പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു വിക്ടറി നിങ്ങളുടെ ലൈഫിൽ, വിജയം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് പുതിയ തുടക്കങ്ങളാണ് നിങ്ങൾക്ക് കാണുന്നത്. പുതിയ ഒരുപാട് തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ സങ്കടങ്ങളിലും വേദനയിലും പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ മാറാൻ പോവാണ്. പുതിയ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്.
നിങ്ങൾ നല്ല ടാലന്റഡ് ആണെന്ന് കാണുന്നുണ്ട്, വളരെ സ്ട്രോങ് ആണ്, പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട്. ദൈവവുമായി വളരെയധികം കണക്റ്റഡ് ആണ്, പലരും ഡിവൈൻ കണക്റ്റഡ് ആണ്, അതിൻ്റെതായിട്ടുള്ള ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അപ്പോ ഏഞ്ചലിന്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഇവിടെ മജീഷ്യൻ ഏഞ്ചലാണ് റിലീസ്, അതൊരു ഏഞ്ചലിന്റെ മെസ്സേജുകളാണ്, എല്ലാവരും ഏഞ്ചൽ മെസ്സേജസ് ആണ് ഇവിടെ കാണുന്നത് കൂടുതലും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് തരാൻ പോവാണെന്ന് ഏഞ്ചൽ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിദേശത്ത് പോകാനായിട്ട് ട്രൈ ചെയ്തിരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതിനുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് റെഡിയായി വരുമെന്നാണ് നിങ്ങളോട് പറയുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട. ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ജോലി നഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുന്നവരാണ്, വിഷമിക്കേണ്ട. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. വിദേശത്തേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. ജോലിയിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട. ഒരു പ്രോബ്ലം വന്നത് ഒരുപക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് ലഭിക്കാനായിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ച് പോസിറ്റീവായിട്ടിരിക്കാനാണ് പറയുന്നത് കേട്ടോ. ആരുടെയൊക്കെ ലൈഫിലേക്ക് എന്തൊക്കെയോ മിറാക്കിൾസ് സംഭവിക്കാൻ പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ. നിങ്ങൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവം എന്തൊക്കെയോ മിറാക്കിൾ തരാൻ പോകാൻ, എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും ദൈവം നിങ്ങളിലേക്ക് അയക്കുന്നുണ്ട് കേട്ടോ. സണ്ണും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാം. നല്ല കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു റീഡിങ്. ചെറിയ റീഡിംഗ് ആണ്. അപ്പൊ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും റെസണേറ്റ് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം റിസൾട്ട് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ റെസണേറ്റ് ആവാതിരിക്കില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.